Namaste, welcome back to my channel WinTrader. ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ ഈസിയായി ട്രേഡ് ചെയ്യാം, ഇതിനകത്ത് എങ്ങനെ ഒരു എൻട്രി പ്രോപ്പറായിട്ട് എടുക്കണം, അതേപോലെ റിവേഴ്സ് പോകുന്ന പോയിന്റ്, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡിങ് നമ്മുടെ സോഫ്റ്റ് WinTrader ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, ട്രെൻഡി മാർക്കറ്റ് ആയിക്കോട്ടെ, അതേപോലെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കറക്റ്റ് ഡീറ്റെയിൽസ് സോഫ്റ്റ് കാണിച്ചു തരികയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് ട്രേഡ് എടുക്കാം, ഫേക്ക് അപ് ഡൗൺസ് ഒക്കെ തിരിച്ചറിയാം, ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്ന സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു ലൈവ് മാർക്കറ്റിലൂടെ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ്. മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ചെറിയൊരു ഡൗൺ ഇറങ്ങി, പക്ഷേ നമുക്ക് 30 ടൈം ഫ്രെയിമിൽ അവിടെ ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. പക്ഷേ സ്കാൽപ്പിംഗ് ട്രേഡ് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു, പിന്നെ തിരിച്ചു കയറാൻ നോക്കി, പക്ഷേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് സൈഡ് വേസ് വന്ന് പിന്നെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങിയത്. ചെറിയൊരു ട്രേഡ് നമുക്ക് മാർക്കറ്റ് ഈ 30 പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്കാൽപ്പിംഗിൽ 5 മിനിറ്റ്സിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ്സിൻ്റെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ മോർണിംഗിൽ നമുക്ക് അവിടെ സെല്ല് തന്നത് കൺഫർമേഷൻ വന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് 3 to 380 നമുക്ക് മാർക്കറ്റ് പോയി അപ്രോക്സിമേറ്റ് 321 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് റിട്രേസ്മെൻറ്റ് തിരിച്ച് മാർക്കറ്റ് കുറച്ച് 280 വരെ കയറിയിട്ട് പിന്നെ അത് തിരിച്ച് പിന്നെയും ഇറങ്ങിയ 3206 വരെ 2 ട്രേഡായിട്ട് അവിടെ എടുക്കാൻ പറ്റി. ലാസ്റ്റ് വന്ന സെൽ ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൈ കൺഫേം ആകാതിരിക്കുന്നു, താഴെ കൺഫർമേഷൻ ഇല്ല. ചെറിയ ട്രേഡായിട്ട് 2-3 ട്രേഡുകളുടെ സ്കാൽപ്പിംഗ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. പക്ഷേ 30 ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ 30 അവിടെ ഒരു സെൽ ലെവൽ കൺഫേം ആയത് ഇപ്പോഴാണ്. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ നമ്മൾ 5 മിനിറ്റ്സ് വെക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ട്രേഡുകൾ നമ്മൾ 30 ടൈം ഫ്രെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ഷോർട്ടോ അതുപോലെ ലോങ്ങോ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ട്രേഡ് നമ്മുടെ സോഫ്റ്റിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത നമ്മുടെ ഫേക്ക് റിവേഴ്സിൽ ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞു അടുത്ത ട്രേഡ് എവിടെ എടുക്കും കൺഫ്യൂഷനേ ഉണ്ടാകത്തില്ല, സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും നോക്കാനുള്ളൂ. ഇപ്പോൾ ഇതിനകത്തൊരു സിഗ്നൽസ് വന്നാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഇപ്പോൾ സിഗ്നൽസ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് മേളിൽ അതിൻ്റെ എൻട്രി പോയിൻറ്റും താഴെ ടാർഗറ്റ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിഗ്നൽസ് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ ലെവൽ, അതായത് നമുക്കിവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ആയിരിക്കും, ഇപ്പോൾ ഹോളോ ക്യാൻഡിൽസ് ആണ്, ഇവിടെ ഗ്രീൻ വന്നിട്ടില്ല. അതേപോലെ താഴെയും ഗ്രീൻ, രണ്ടും മാച്ച് ആയിട്ടില്ല. അപ്പോൾ രണ്ടും മാച്ച് വന്ന് നമുക്ക് അവിടെ അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അത് നമ്മൾ ട്രേഡ് എടുത്ത് കുറച്ച് കയറി പെട്ടെന്ന് റിവേഴ്സ് പോവുകയാണെങ്കിൽ നമുക്ക് 3 ലെവൽ, ഒന്ന് ഫസ്റ്റ് നമുക്കിവിടെ ബുള്ളിഷ് ലെവൽ, അതായത് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്ന സാഹചര്യം നമുക്ക് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 മിനിറ്റ് 5 മിനിറ്റ്സ് ആയിട്ട് ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ടായി എന്നുള്ള റിവേഴ്സൽ ചാൻസ് നമുക്ക് അവിടെ കാണിച്ചു തരും. അതേപോലെ നമുക്ക് മെസ്സേജ് അലേർട്ടായിട്ട് നമുക്ക് റിവേഴ്സ് പോകുന്നു, ക്രോസ് അപ്പ് ക്രോസ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് റിവേഴ്സ് പോകുന്നതിൻ്റെ ഒരു മെസ്സേജ് അലേർട്ടായിട്ട് നമുക്ക് തരികയും ചെയ്യും. അതേപോലെ എക്സ്ട്രാ കളർ സൈഡ് നമുക്ക് ബ്ലൂ കളർ, വൈറ്റ് കളർ, ഓറഞ്ച് കളർ, ഹോളോ ക്യാൻസർ സൈഡ് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അതേപോലെ ഈ ട്രെൻഡ് ലൈൻ ഇത് മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ആണ്, ഇത് വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും മാർക്കറ്റിൻ്റെ റിവേഴ്സലുകൾ. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽ സന്ദേശം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് കൺഫർമേഷൻ ലെവൽ ഓൾറെഡി മാച്ച് ആയിട്ട് നമുക്ക് മാർക്കറ്റ് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് അടിച്ച് താട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രേഡാണെന്ന് ഇവിടെ സോഫ്റ്റ് പറയുകയും ചെയ്തു, നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു റിട്ടേൺസ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് റിട്രേസ്മെൻറ്റ് ഇവിടുന്ന് മാർക്കറ്റ് കുറച്ച് കയറാൻ നോക്കി, പക്ഷേ സോഫ്റ്റ് താഴെ നോക്കുമ്പോൾ റെഡാണ് തന്നത്. പക്ഷേ ഇവിടെ ഒരു അപ് ട്രെൻഡ് ഇല്ലെന്ന് പറയുന്നുണ്ട്, കാരണം അപ് ട്രെൻഡ് ഉണ്ടെങ്കിൽ ക്യാൻഡിൽ ഗ്രീൻ ആയതിന് അതില്ലാത്ത സ്ഥിതിക്ക് തിരിച്ചിറങ്ങും. അപ്പോൾ അതേപോലെ മാർക്കറ്റ് തിരിച്ച് കയറിയിട്ട് അവിടെ നിന്ന് പിന്നെയും സപ്പോർട്ട് അടിച്ച് താട്ടെ. അപ്പോൾ 2 എൻട്രി ആയിട്ട് നമുക്കവിടെ പിടിക്കാൻ സാധിച്ചു. പക്ഷേ 30 ടൈം ഫ്രെയിമിൽ അവിടെ സ്ട്രോങ് ആയിട്ടൊരു ട്രേഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ 30 ടൈം ഫ്രെയിമിൽ അവിടെ ഒരു കൺഫർമേഷൻ ലെവൽ തരാത്ത. അതിന് തിരിച്ച് കയറിയതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് ഈസി ആയിട്ട് ഒരു ആക്യുറേറ്റ് ട്രേഡ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് പിടിക്കാവുന്നതാണ്. അപ്പോൾ റിവേഴ്സലുകൾ പല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് നമുക്ക് ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ലെവലും ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ കറക്റ്റ് ടൈമിൽ തരുന്നുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ഒരു ലൈവ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. സിമ്പിളാണ്, ഫ്രഷേഴ്സിന് വരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ഈ മാർക്കറ്റ്, നമ്മുടെ ഈ WinTrader സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് മാർക്കറ്റും സപ്പോർട്ടാണ്, ഫോറക്സ് മാത്രമല്ല നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് ഓപ്ഷൻസും ക്രിപ്റ്റോ അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു.